യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശു തൻ്റെ 12 അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. അവരെ അയക്കുമ്പോൾ കർത്താവ് പറയുന്നത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുവിൻ എന്നാണ്. അയക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ പ്രഥമമായ ദൗത്യം സ്വർഗരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുക എന്നുള്ളതാണ്. എന്താണ് സ്വർഗരാജ്യം? ഈ ഭൂമിയിൽ നിന്ന് മാറി അങ്ങെവിടെയോ ആയിരിക്കുന്ന ഒരു സ്ഥലമല്ല സ്വർഗരാജ്യം, മറിച്ച് അത് ഈ ഭൂമിയിൽ തന്നെ, ഇവിടെ തന്നെയുള്ള ഒരവസ്ഥയുടെ പേരാണ് സ്വർഗരാജ്യം. എപ്പോഴാണോ ഒരു മനുഷ്യൻ ദൈവ തിരുമനസ് അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അപ്പോൾ ആ മനുഷ്യൻ സ്വർഗരാജ്യം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ ക്രിസ്തു തന്നെയാണ്. തൻ്റെ വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും ജീവിതത്തിലുടനീളം ദൈവവചനമനുസരിച്ച്, ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിച്ച ക്രിസ്തു തന്നെയാണ് ഈ ഭൂമിയിലെ സ്വർഗരാജ്യം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും ആദ്യത്തെ വ്യക്തി. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന വ്യക്തി തന്നെയാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുക, ക്രിസ്തുവെന്ന ആ അവസ്ഥയിലേക്ക് ക്രിസ്തുവിൽ ഒന്നായിത്തീരുക എന്നുള്ളതാണ് ഓരോ അപ്പോസ്തലന്മാരുടെയും പ്രഥമമായ ദൗത്യം. അപ്രകാരം നാം എല്ലാവരും സ്വർഗരാജ്യം എന്ന അനുഭവത്തിൽ, അതായത് ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുമ്പോൾ നാം എല്ലാവരും സ്വർഗരാജ്യം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ആ അവസ്ഥയിൽ രോഗികളില്ല, മരിച്ചവരില്ല, കുഷ്ഠരോഗികളില്ല, പിശാചുക്കളില്ല. അവിടെ എല്ലാവരും ഒന്നാണ്. വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അവർക്ക് ദാനമായി ലഭിക്കുന്നു, ദാനമായി കൊടുക്കുന്നു. ആരും ഒന്നും തന്നെ സ്വന്തമായി കരുതി വയ്ക്കുന്നില്ല. അവരുടെ ഹൃദയത്തിൽ പൊന്നിനും വെള്ളിക്കും ചെമ്പിനും സ്ഥലമില്ല. അവരുടെ ഹൃദയം ദൈവത്തെ കൊണ്ട്, ദൈവീക സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവർ യാത്രയ്ക്ക് പോകുമ്പോൾ ഉടുപ്പോ ചെരുപ്പോ വടിയോ അല്ല എടുക്കുന്നത്. അവരുടെ ഉള്ളിലെ ദൈവത്തെയും കൊണ്ടാണ് അവർ യാത്രയാകുന്നത്. ആ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം എന്നൊരു അനുഭവം. ആ അനുഭവത്തിലാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും വളരേണ്ടതും അങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ അപ്പോസ്തലന്മാരായി ജീവിക്കാനും നാം ശ്രമിക്കേണ്ടത്. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്കിന്നേ ദിവസം ബലിയിൽ പ്രാർത്ഥിക്കാം.